സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് 18-ാം തീയതിയാണ്. നമുക്കിന്ന് 5 മിനിറ്റ്സ് ക്യാൻഡിലിൽ ഇന്നത്തെ ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ ട്രേഡൊന്നും എടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ക്യാൻഡിൽസ്, മാർക്കറ്റ് സ്ട്രക്ചർ, മാർക്കറ്റിൻ്റെ ക്യാരക്ടർ എങ്ങനെയൊക്കെയാണെന്നുള്ളത് മാത്രം ജസ്റ്റ് നോക്കുകയുള്ളൂ. സോ എൻ്റെ ക്യാപിറ്റൽ വരെ മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യുള്ളൂ. എൻ്റെ ക്യാപിറ്റലില്ല. സോ എൻ്റെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിന്നൊക്കെ ട്രേഡ് എടുക്കും എന്നുള്ളത് ജസ്റ്റ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. 18-ാം തീയതി, ഇന്ന് 18-ാം തീയതിയാണ്. സോ ഇന്നത്തെ മാർക്കറ്റ് ഒരു 9:15 തുടങ്ങി കൃത്യം ഒരു 10 വരെ നല്ല ഫോളായിരുന്നു. ഓക്കെ, ആൻഡ് ഇവിടുന്ന് ഫോളായി പിന്നെ ഇവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് നിന്നപ്പോൾ ഞാനൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ട്രേഡ് എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എൻ്റേതായ എൻട്രി ഒന്നും വന്നില്ല. സോ ഞാൻ അവിടെ നിന്ന് എടുത്തില്ല. ഓക്കെ, ഞാൻ ഈ ഒരു റേഞ്ചും ആണ് ഞാൻ ഡ്രാഗ് ചെയ്തത്. കാരണം മാർക്കറ്റ് നന്നായി ഫോളോ ആയിട്ട് ഇവിടെ കിടന്നിങ്ങനെ കൺസോളിഡേറ്റ് ചെയ്തപ്പോൾ മേ ബി ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചു കയറാനുള്ള ചാൻസ് ഉണ്ടാവും, മാർക്കറ്റ് റിക്കവറി ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. പക്ഷേ എൻ്റെ എൻട്രി ഒന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ മെയിനായിട്ടൊരു 1 മിനിറ്റ് ക്യാൻഡിൽ ഇട്ടപ്പോൾ ഞാൻ ഒരു എൻട്രിക്ക് വേണ്ടി ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഇതാ ഈ ഒരു ബ്ലൂ ലൈൻ, ഞാൻ ട്രെൻഡ് ലൈൻ വരച്ചിരിക്കുന്നത് കണ്ടോ. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താലും തിരിച്ച് ബ്രേക്ക് ചെയ്ത് പോയി തിരിച്ച് മാർക്കറ്റ് ഇതാ ഇതിൻ്റെ ഇവിടെയെങ്കിലും എത്തുമ്പോൾ ഞാൻ ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും മാർക്കറ്റ് റിക്കവറി ആണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടാവും. സോ കൂടുതൽ പേര് ഇവിടുന്ന് എടുത്തിട്ടുണ്ടാവും. സോ അവിടെ നിന്ന് എന്തായാലും മാർക്കറ്റ് തിരിച്ചു വന്നു സ്റ്റോപ്പ് ലോസ് അടിക്കുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഇവിടെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആ ഒരു റേഞ്ച് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പിന്നെ മാർക്കറ്റ് അത്യാവശ്യം മേലോട്ട് പോയി, വീണ്ടും വന്നു, അവിടുന്ന് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ഇവിടുന്ന് ഞാൻ കോൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഏറെക്കുറെ 1:3 ആ റേഞ്ചിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് മീൻസ് എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഫൈൻ. പിന്നെ മാർക്കറ്റ് വന്ന് താഴോട്ട് വന്നു, വീണ്ടും സ്റ്റോപ്പ് ലോസ് എടുത്ത് മേലോട്ട് പോയിട്ടുണ്ട്. ഐ തിങ്ക് മാർക്കറ്റ് ഇന്ന് റിക്കവർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റ് ഇന്ന് ഡേ ഹൈ ടച്ച് ചെയ്യാനുള്ള ചാൻസുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആകപ്പാടെ ട്രേഡ് എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാമെന്നുണ്ടായിരുന്നു. സോ ഇവിടെ വന്ന് അത് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് മേലോട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ വീണ്ടും താഴോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഈ ട്രെൻഡ് ലൈനൊക്കെ ഉണ്ടോ നിങ്ങൾ, ഞാൻ ഈ വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈന്, ഒരിക്കലും ഈ ട്രെൻഡ് ലൈൻ ഇങ്ങനെ വന്നത് ബ്രേക്ക് ആയ ഉടനെ ഒന്നും പോയി ട്രേഡ് എടുത്തേക്കരുത്. കൺഫേം ആയിട്ടും താഴോട്ട് വരും. അതുപോലെ തന്നെ ഇതാ ഈ മുകളിലത്തെ ഈ പാറ്റേൺ, ഈ ഒരു ഇത് വരച്ചിട്ടില്ല, ഞാൻ ഡ്രോ ചെയ്തിട്ടില്ലേ റോസ് കളറിലുള്ളത്, ഇത് ബ്രേക്ക് ചെയ്യുമ്പോഴും കുറേ പേര് ട്രേഡ് എടുക്കും. സോ മാർക്കറ്റ് ഇതാ അത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകണമെന്ന്, ഇതൊക്കെ ഫേക്ക് ബ്രേക്ക് ഔട്ടാണ്. കൺഫേം ആയിട്ട് പോകുന്ന താഴോട്ട് ഇത് സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ട് പോകും. കാരണം നമുക്ക് ഇവിടുന്ന് അറിയും ഈ ക്യാൻഡിൽസ് കിടന്നിങ്ങനെ ഇതാകുമ്പോഴേ നമുക്കറിയാം അത് ബുള്ളിഷ് ആകാൻ പോവാണെന്ന് വിചാരിക്കും. പക്ഷെ 100% അത് താഴോട്ട് വരും. സ്റ്റോപ്പ് ലോസ് എല്ലാം ഹണ്ട് ചെയ്തിട്ട് തിരിച്ച് കയറി പോകുള്ളൂ. ഓക്കെ, സോ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പണിയെന്നല്ല, നല്ല പാടുണ്ട് കുറച്ച് കാശിൽ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ, അത് കൺഫേമാണ്. പിന്നെ വേറൊരു പോയിന്റും കൂടെ ഉണ്ടായിരുന്നത് ഈ ഒരു റേഞ്ചില്ലേ, ഇതുണ്ടോ മാർക്കറ്റ് ഇവിടെ വന്ന് ഇവിടുന്ന് 9:15 തൊട്ട് നന്നായി ഫോളോ ആയിട്ട് തിരിച്ച് ഇവിടെ കയറിയില്ലേ, ഇവിടുന്ന് വീണ്ടും വന്നിട്ട് താഴോട്ട് വന്ന് മേ ബി ഈ റെഡ് ലൈൻ തട്ടുകയാണെങ്കിൽ ഞാൻ വീണ്ടും തട്ടി കുറച്ച് മേലോട്ട് പോയിരുന്നെങ്കിൽ വീണ്ടും ഒരു പുട്ട് ബൈ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങോട്ട് വന്നില്ല, മാർക്കറ്റ് വീണ്ടും നല്ല രീതിക്ക് ഫോളോ ചെയ്ത് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഫോളോ ആയപ്പോഴേ ഞാൻ ഉറപ്പിച്ചു ഇനി നന്നായി മാർക്കറ്റ് താഴോട്ട് പോകുന്നു. സോ അതുകൊണ്ട് തന്നെ താഴോട്ട് പോയി. പക്ഷെ എനിക്ക് അവിടെ ഒന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഒരു പുട്ട് ബൈ ചെയ്യാന്നുള്ളതായിരുന്നു. സോ ആ റേഞ്ച് ബ്രേക്ക് ചെയ്തിരുന്നു.
റേഞ്ച് ബ്രേക്ക് ചെയ്തിരുന്നു. ഓക്കെ, പിന്നെ ഇതായിരുന്നു, ഈ റേഞ്ചിലോട്ട് വന്നില്ല. ഇത് ഈ 25084 ആ റേഞ്ച്, അത് ഈ റെഡ് ലൈൻ വരച്ചിരിക്കുന്നുണ്ടോ, ഇത് ടച്ച് ചെയ്താലും ഒരു പുട്ട് ബൈ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ടച്ച് ആയില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.